സംഘപരിവാർ പ്രസ്ഥാനത്തിലെ പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാട്ടുകാരെ, നമസ്കാരം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു മ്ലേച്ഛമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ വൈകുന്നേരം ചൂലൂര് പയ്യന്നൂർ ഭാഗത്ത് നടന്നത്. നമുക്കറിയാവുന്ന പോലെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഗണപതി വിഗ്രഹ നിബഞ്ജന ഘോഷയാത്ര സാധാരണഗതിയിൽ നമ്മുടെ സഹോദരിമാരും അമ്മമാരും കൊച്ചുകുട്ടികളും അടങ്ങുന്ന ആ ഒരു സംഘമാണ് ആ നിബഞ്ജന ഘോഷയാത്രയുമായിട്ട് പോയി. ആ നിബഞ്ജന ഘോഷയാത്രയിൽ അതിക്രമിച്ച് കയറി മനോജ് എന്ന് പറയപ്പെടുന്ന ഒരു ക്രിമിനൽ ആ ഘോഷയാത്രയിൽ കയറി ഇരുമ്പ് വടി കൊണ്ട് വിഗ്രഹത്തെ തച്ചുടക്കുന്ന ഒരു കാഴ്ചയാണ് നിൽക്കുന്നത്. സ്വാഭാവികമായും സംഘപരിവാർ പ്രസ്ഥാനത്തിലെ നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് പോലീസിനെ വിളിക്കുകയും പോലീസ് ഈ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പിന്നീട് പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അറിയാൻ കഴിഞ്ഞത് മദ്യപിച്ച് നെക്കുകെട്ട് നിബഞ്ജന ഘോഷയാത്രയിൽ കയറി കൂടി ആ ഗണപതിയുടെ വിഗ്രഹം തച്ചുടക്കിയായിരുന്നു എന്നാണ് പോലീസ് അറിയിച്ചത്. സ്വാഭാവികമായും പോലീസിനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ പയ്യന്നൂര് ചൂലൂര് ഭാഗത്ത് ഈ മനോജിനെ കുറിച്ച് അവിടെയുള്ള ആളുകൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. അവിടെ വ്യാജ മദ്യം വിൽക്കുന്ന വ്യക്തിയാണ് മനോജ്. അതുമാത്രമല്ല, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് മനോജ്. ആ മനോജ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അങ്ങനെ പോകുന്ന സമയത്ത് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കഞ്ചാവും കള്ളും അടിച്ച് കിടന്നുറങ്ങുന്ന ഈ വ്യക്തിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിബഞ്ജന ഘോഷയാത്രയിൽ അതിക്രമിച്ച് കയറി ആ വിഗ്രഹം തച്ചുടച്ചത്. നമുക്കറിയാം ഇതിന്റെ പുറകിൽ ആരാണ് എന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി പഴയ പോലെയല്ല. ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. 11 കൊല്ലക്കാലമായി ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. അതുകൂടാതെ 17ഓളം സംസ്ഥാനങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. സ്വാഭാവികമായും ഇന്ത്യയിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഇത്തരം ചില നീർക്കോലികൾ കാണിക്കുന്ന വളരെ മോശത്തരങ്ങൾ, അത്തരം കാര്യങ്ങളിൽ കുടുങ്ങി ഞങ്ങള് സമൂഹത്തിലെ ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു സംഘർഷത്തിന് മുതിരാൻ ഞങ്ങൾ തയ്യാറില്ല. അപ്പോൾ ഞങ്ങൾക്ക് പോലീസിനോട് പറയാനുള്ളത് എന്താണ്? പോലീസിനോട് പറയാനുള്ളത് ഇതിന്റെ പുറകിൽ ആരാണെന്ന് കണ്ടുപിടിക്കണം. കാരണം എന്താ? ഈ മനോജ് CPM കാരനാണ്. മനോജ് CPM കാരനാണ് എന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. മനോജ് ഇത്തരമൊരു സംഭവം നടത്തിയിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ സംരക്ഷിക്കാൻ പോയിട്ടുള്ളത് ഇവിടുത്തെ CPM നേതാക്കളാണ്. ഷാഫി എന്ന് പറയപ്പെടുന്ന CPM നേതാവാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി തുനിഞ്ഞത്. സംരക്ഷിക്കാൻ വേണ്ടി പോയത് ഷാഫിയാണ്. അതുകൊണ്ട് ഷാഫിക്കുള്ള പങ്ക് എന്താണ്? ഞങ്ങൾ അതാണ് അന്വേഷിക്കാൻ പറയുന്നത്. ഷാഫിക്ക് എന്താണ് ഇതിൽ പങ്ക്? ഷാഫിയുടെ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കിയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? ഈ ചൂലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് യോഗിനിമാത എന്ന് പറയുന്ന ഒരു മന്ദിരമുണ്ട്, അനാഥ മന്ദിരമുണ്ട്. അവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകുന്നു. സ്വാഭാവികമായി നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകുമ്പോൾ സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളാണ് ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെയുള്ള ആളുകളൊക്കെ തന്നെ യോഗിനിമാത കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നതിന്റെ ബുദ്ധിമുട്ടാണോ ഇവിടെ CPM ഉണ്ടായിട്ടുള്ളത് എന്ന് അവർ മനസ്സിലാക്കണം, വ്യക്തമാക്കണം. ഇതാണ് ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത്. കാരണം പോലീസ് അന്വേഷിക്കണം.
ഇത് ഒരു മദ്യപാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ സാധ്യമല്ല. പോലീസ് ഈ നിമിഷം വരെ പറഞ്ഞത് ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു, ഒരു സംശയമില്ല. ഞങ്ങൾ DYSP ആയിട്ട് സംസാരിച്ചു, CI ആയിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞത് ഏകദേശം കറക്റ്റ് ആണ്. പക്ഷേ അതിന്റെ പുറകിൽ ആരാണ് എന്നുള്ളത് കൂടി കണ്ടുപിടിച്ചുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ മേഖല കുറച്ച് ഡേഞ്ചർ പ്രദേശമാണ്. ആ ഡേഞ്ചർ പ്രദേശത്ത്, അപകടകരമായ ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങൾ നടത്തി ഇവിടെ ഒരു വർഗീയ കലാപം സൃഷ്ടിക്കാൻ, ആ കലാപം സൃഷ്ടിച്ചിട്ട് അതിൽ നിന്ന് മുതലെടുക്കാനാണ് CPM ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാകും. ഞങ്ങളും പുറകോട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, CPM-ന് അറിയാം, ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടുന്ന സംഘപരിവാർ പ്രസ്ഥാനം അത്തരം കാര്യങ്ങൾക്ക് പുറകോട്ട് പോകുന്ന ആളുകളല്ല. അതുകൊണ്ട് ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്, ഒരു നിരീക്ഷണത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു സൂചന എന്നുള്ള നിലക്ക് ഇത്തരത്തിലുള്ള പ്രകടനം നടത്തിയത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട്, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയായി അറിയിക്കുന്നു. വന്ദേ മാതരം. അമ്മമാർ നടത്തിയ ഗണപതി വിഗ്രഹ ഘോഷയാത്രയിൽ ഈ പ്രദേശത്തെ ആസൂത്രിതമായി DYFI-യുടെയും CPM-ന്റെയും നേതൃത്വം ഇടപെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് ഒരു അക്രമം സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് കലാപ കലുഷിത അന്തരീക്ഷം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ആസൂത്രിതമായ ഈ നീക്കം നടത്തിയത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്കറിയാം, ഈ രാജ്യത്ത് മുഴുവൻ സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടം തുടങ്ങി ഗണേശ ഘോഷ നിമഞ്ജന യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യം. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ആ കാലഘട്ടത്തിലും ഗണേശ നിമഞ്ജന ഘോഷയാത്ര വളരെ സമാധാനപൂർണമായി നടന്നിട്ടുള്ള രാജ്യമാണ്. ആ ഘോഷയാത്രയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ DYFI-യുടെ നേതൃത്വത്തിൽ ഷാഫി എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് ആസൂത്രണം ചെയ്തുകൊണ്ട് മനോജ് എന്ന് പറയുന്ന DYFI-കാരനെ കൊണ്ട് ആ യാത്രയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ആ ഗണേശ വിഗ്രഹം തച്ചുടച്ചുകൊണ്ട് ഇവിടത്തെ ഹിന്ദുവിന്റെ വികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഈ പ്രദേശത്ത് കലാപ കലുഷിത അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ആസൂത്രിതമായ നീക്കം നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിനെതിരെ ശക്തമായ നിലപാടും നടപടിയും നിയമങ്ങളും അത് കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ ഇനി പോലീസാണ് ഇത് കൃത്യമായ നിയമ നടപടിയിലൂടെ നടപടിയെടുത്തില്ലെങ്കിൽ ഇനിയും ഈ മേഖലയിൽ ഇതുപോലുള്ള സാമൂഹിക ദ്രോഹികൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഷാഫിയെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മൾക്കറിയാം ഷാഫിയെ പോലുള്ള ആളുകളാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നുഴഞ്ഞു കയറിക്കൊണ്ട്, അല്ലെങ്കിൽ CPIM-ൽ നുഴഞ്ഞു കയറിക്കൊണ്ട് അവരുടെ ആസൂത്രിതമായ നീക്കം നടത്തിക്കൊണ്ട് PFI പോലുള്ള SDPI പോലുള്ള പ്രസ്ഥാനങ്ങളിൽ പരസ്യമായി പ്രവർത്തിക്കുവാൻ പറ്റാത്ത ഷാഫിയെ പോലുള്ള ആളുകൾ CPIM-ലും DYFI-ലും നുഴഞ്ഞു കയറിക്കൊണ്ട് ഹിന്ദുക്കൾ നടത്തുന്ന, അല്ലെങ്കിൽ സംഘപരിവാർ നടത്തുന്ന ഗണേശ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്ര അതുപോലുള്ള യാത്രകളിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് അക്രമമുണ്ടാക്കിക്കൊണ്ട് കലാപ കലുഷിത അന്തരീക്ഷം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് ഷാഫിയെ പോലുള്ള ആളുകളാണ്. നേരത്തെ സൂചിപ്പിച്ചില്ലേ, മനോജിനെ സംരക്ഷിക്കാൻ ചെന്നിട്ടുള്ളത് ഷാഫിയാണ്. ഇവിടെ വേറെ ആരുമില്ലേ? CPM-ന്റെ നേതാക്കൾ വേറെ ആരുമില്ലേ? ഞങ്ങൾ പറയുന്നു, ഇത് ഷാഫി ആസൂത്രിതമായി ഇവിടെ വർഗീയ സംഘർഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആസൂത്രിതമായി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പോലീസ് ഇത് നിരീക്ഷിക്കുകയും പോലീസ് കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.